നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ വൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രതീക്ഷിതമായ രാജിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ആഭ്യന്തര കലഹങ്ങളും കേരള രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയ മുഖ്യമന്ത്രി നിലവിൽ കണ്ണൂരിലെ വീട്ടിൽ ഏകാന്തതയിലായിരുന്നു. പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാനോ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ സർക്കാർ വരുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും ഭരണത്തലപ്പത്ത് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയില്ലെങ്കിൽ കെ.എൻ. ബാലഗോപാലിനായിരിക്കും പ്രഥമ പരിഗണന ലഭിക്കുക എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. CPL സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പരസ്യമായ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും സെക്രട്ടറിയുടെ കർക്കശമായ നിലപാടുകളും തിരിച്ചടിക്ക് കാരണമായെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. നാദാപുരം, തൃശൂർ, അടൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പരാജയം ഇതിന് അടിവരയിടുന്നു. ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം നാളെ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടേക്കാം. നേതൃത്വത്തിന്റെ പിടിവാശിയും താഴെത്തട്ടിലെ വികാരം ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയവുമാണ് പാർട്ടിയെ അവസ്ഥയിലെത്തിച്ചെന്ന വിമർശനം ശക്തം. CPM-ലും സമാനമായ രീതിയിൽ തിരുത്തൽ നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തിരിച്ചറിയുന്നതിൽ പാർട്ടിക്ക് വലിയ വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ പോലും നേരിട്ട തിരിച്ചടി ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഫലമാണെന്ന് നേതൃത്വം സംശയിക്കുന്നു. SIR വിവാദത്തിന് ശേഷം രൂപപ്പെട്ട സർക്കാർ വിരുദ്ധ തരംഗം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് പാർട്ടിയുടെ നിരീക്ഷണം. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പരാജയത്തിന്റെ കാരണങ്ങൾ ഇഴകേറി പരിശോധിക്കും. വോട്ട് ചോർച്ചയും സംഘടനാപരമായ വീഴ്ചകളും പരിശോധിക്കുന്നതിനൊപ്പം വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ അഴിച്ചുപണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വഴിവെച്ചേക്കാം. അതേസമയം കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രണ്ടാം ദിവസവും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. ചൊവ്വാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി. പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചില്ല. രാവിലെ 8:40 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായാണ് മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട അദ്ദേഹം തലസ്ഥാനത്ത് വെച്ചാണ് ഇനി മാധ്യമങ്ങളെ കാണുകയുള്ളൂ. അതേസമയം പിണറായി വിജയൻ CPM-നെ നയിച്ചത് പാർട്ടിയുടെ വഴിയിലൂടെയല്ല എന്ന വിമർശനവുമായി അമ്പലപ്പുഴയിൽ വിജയിച്ച UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി G. സുധാകരൻ. തനിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ ചെറ്റപ്രയോഗം പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു. സമുദായ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ എനിക്കൊപ്പമാണെന്ന് മനസ്സിലാക്കിയാണ് ജനകീയ സ്വതന്ത്രനായി ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നും ആരോടും ഞാൻ ആലോചിച്ചില്ല. മുഖ്യമന്ത്രി പറയുന്നത് 6 മാസം മുൻപ് ആലോചിച്ചെന്നാണ്. തന്റെ മകനുമായിട്ടും ഭാര്യയുമായിട്ടേ താൻ സംസാരിച്ചുള്ളൂ. ആദ്യം ആരുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞാണ് UDF പിന്തുണ പ്രഖ്യാപിച്ചത്. അത് സ്വീകരിച്ചത് പ്രയോജനപ്പെട്ടു. അതിന് UDF-നോട് എനിക്ക് നന്ദിയുണ്ട്. ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. രാഷ്ട്രീയം പറയാതെ CPM വ്യക്തിഹത്യ നടത്തുകയായിരുന്നുവെന്നും G. സുധാകരൻ പ്രതികരിച്ചു. രാഷ്ട്രീയമില്ലാതെ വല്ലവരെയും ആക്ഷേപിക്കാൻ നടക്കുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് CPM-ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആരെങ്കിലും കേരളത്തിലുണ്ടോ? താൻ CPM-ൽ പ്രവർത്തിച്ചപ്പോൾ പാർട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 4-5 വർഷം മുമ്പ് വരെയും ഇങ്ങനെയായിരുന്നില്ല. CPM ഇപ്പോൾ CPM അല്ലാതെയായി. അതുകൊണ്ടാണ് പാർട്ടി വിട്ടത്. കൊടിയും ചിഹ്നവും പ്രസംഗവും മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പ്രതികരിച്ചു.